ആ യൂട്യൂബറുടെ പേര് പറഞ്ഞു പ്ലസ് ജിനു ഗോപി പ്ലസ് ഒന്നാമത്തെ ഭാര്യയും കൊച്ചിനെയും കളഞ്ഞിട്ട് പോയ ക്യാപ്ഷൻ വെച്ചിട്ട് യൂട്യൂബിൽ ഇപ്പൊ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതില് ഞാനിപ്പോ നിന്നെ 3-4-5 വട്ടം വിളിച്ചു, നീ കോൾ എടുത്തില്ല. തനിക്കൊക്കെ കണ്ടന്റ് തീരുന്നതനുസരിച്ച് എന്തിങ്ങനെ വലിച്ചിട്ട് അരച്ച് എടോ, ഞാൻ തന്നോട് പറഞ്ഞിട്ടാണോ താൻ എനിക്ക് വീഡിയോ ചെയ്തോണ്ടിരുന്നത്? അവിടെ തനിക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ട് കിട്ടുന്ന താൻ ഓരോ ദിവസം കണ്ടന്റാക്കി താനില്ലടോ വീഡിയോ ചെയ്തോണ്ടിരുന്നത് തന്റെ ചാനലില് അല്ലേ? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ തനു ദേവൂസ് എന്ന് പറയുന്ന ഒരു ചാനൽ, ഈ തനുജ എന്ന് പറയുന്ന അവരാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ കണ്ടത്. അവർ ദിവസവും ഓരോ തരം ലൈവ് വരുന്നുണ്ട്. ആ ലൈവിനകത്ത് വന്നിരുന്നിട്ട് ഒരാൾ ഫോൺ വിളിക്കും. ആ ഫോൺ കോളിൽ പല പല കാര്യങ്ങളും അവരോട് സംസാരിക്കാനുള്ളവർ സംസാരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരാൾ വന്നിട്ട് നമ്മുടെ അതുൽ ബ്ലോഗ്സിനെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ. ഇത് സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതുൽ ബ്ലോഗ്സ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അത്തരത്തിൽ സുതിമോളുടെയും ഈ തനുജ ആ ഒരു വിഷയത്തിനെ കുറിച്ച് അദ്ദേഹം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മാന്യമായ രീതിയിൽ വളരെ നന്നായിട്ടാണ് അദ്ദേഹം റിയാക്ട് ചെയ്തിരുന്നത്. ആ റിയാക്ഷൻ ഇവരെ ചൊടിപ്പിച്ചു. ആ റിയാക്ഷൻ മാത്രമായിരിക്കില്ല, അതിന് മുമ്പ് ചെയ്ത കാര്യങ്ങളും, കാരണം ഇദ്ദേഹം ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ ഇവരെ ചൊടിപ്പിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ചാനലിൽ ഒരു ലൈവ് പ്രത്യക്ഷപ്പെട്ടു. ആ ലൈവിൽ കുറച്ച് കാര്യങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് ആദ്യം അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ട് തന്നെ തുടങ്ങാം. അറിയാൻ പോകുന്നുള്ളൂ. എടോ, നീയൊക്കെ നിന്റെ വഴി നോക്കിപ്പോ. നിനക്കൊക്കെ കണ്ടന്റ് വേറെ എന്തെങ്കിലും എടുത്തിട്ട് എത്രയോ നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. അവരവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങളും അവരവരുടെ മക്കളുടെ പെർഫോമൻസും അവരവരുടെ കുക്കിംഗ് വീഡിയോസ് അവരവരുടെ ട്രാവലിംഗ് ഒക്കെ ഇട്ട് കാശുണ്ടാക്കുന്ന എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട്. ഇത് ഈ ചേച്ചിയുടെ ഫോണിൽ വേറൊരു ചേച്ചി വിളിച്ചിട്ടാണ് അതുലിനെ കുറിച്ച് പറയുന്ന കുറ്റമാണ് നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്നത്. അതായത് നീ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കടാ, ഫാമിലി വ്ളോഗ്സ് ഇടടാ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇടടാ എന്നാണ് അതുൽ ബ്ലോഗ്സിനോട് പറയുന്നത്. ചേച്ചി എന്താണ് അപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്? അതുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വന്നിരുന്ന് കുറ്റം പറയുന്നതല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ കുറ്റമോ ചേച്ചിക്ക് തോന്നിയ ചേച്ചിയുടെ നിരൂപണമാണ് ചേച്ചി ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത് തന്നെയല്ലേ അതുൽ ബ്ലോഗ്സും നമ്മളും എല്ലാം ചെയ്യുന്നത്. നമ്മൾക്ക് തോന്നിയ നിരൂപണം നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നു. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരി. അതായത് നിങ്ങൾക്കെതിരെ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ അടിപൊളി കിടക്കാച്ചി, നിങ്ങൾക്കെതിരെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഫാമിലി കണ്ടന്റ് ഉണ്ടാക്കി കൂടെ, അവൻ്റെ പിള്ളേരെ കാണിച്ചൂടെ? അതെന്തൊരു തോന്നിയാസം അത്. ഇപ്പോൾ അതിൽ കുറ്റം പറഞ്ഞത് നിങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് തെറ്റാണ്, ഫാമിലി കണ്ടന്റ് ചെയ്യുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കലും വന്നിരുന്ന് അതിലിനെ റിവ്യൂ ചെയ്യാൻ പാടില്ല. അതിലിനെ കുറിച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ഇവർ സംസാരിക്കുന്നത് കേൾപ്പിക്കാം. അല്ല, പുള്ളി സ്വന്തം വീട്ടിലോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങളാണോ തീരുമാനിക്കുന്നത് അവർ സ്വന്തം വീട്ടിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്നില്ലെന്ന്? നിങ്ങളെപ്പോലുള്ള ആളുകൾ, ഇപ്പോൾ ഈ സംസാരിക്കുന്നവർക്ക് ചാനലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ വീഡിയോയിലുള്ള ആളുകളെല്ലാം വന്നിരുന്നു നിങ്ങളുടെ ഫാമിലിയിലെ കാര്യങ്ങൾ വാരി വലിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ പല ആളുകളും എടുത്തിട്ട് സംസാരിക്കും. അങ്ങനെ അതുലിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുലിനെ കുറിച്ചോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പലരെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം അവരവരുടെ വീട്ടിൽ നടക്കുന്ന ഫാമിലി പ്രശ്നങ്ങളൊന്നും ഇതിനകത്തോട്ട് ചാമ്പുന്നില്ല. അത് ചെയ്യാൻ പാടില്ലെന്ന് പൂർണ്ണമായ ബോധ്യം അവരിൽ പലർക്കും ഉണ്ട്, മിക്ക ആളുകൾക്കും ഉണ്ട്. നിങ്ങൾ ഫാമിലി കാര്യങ്ങളെല്ലാം കൂടെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നാട്ടുകാർ മൊത്തം കാണാനായിട്ട് ലൈക്ക് ഉണ്ടാക്കാനായിട്ട് കൊണ്ടിട്ടിട്ട് അതിനെക്കുറിച്ച് ആരെങ്കിലും പറയുന്ന ഉടനെ കുരുപൊട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ ആ വിഷയം ഇടരുത്. നിങ്ങൾ നിങ്ങളുടെ സന്തോഷം മാത്രം ഇടും. എന്തിനാ ഈ വിഷമവും സങ്കടമൊക്കെ ഇടുന്നുണ്ട്? അപ്പോൾ അത് പലരും പല അഭിപ്രായങ്ങളും പറയും. അത് കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിനകത്തോട്ട് കൊണ്ട് ചാമ്പിയാൽ മതി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്താ പറയുന്ന, ആരെ പറ്റി പറയുന്ന ഒരു ബോധമില്ലാതെ. എടോ, ഈ തനു എന്ന് പറഞ്ഞവരുടെ ജീവിതത്തിൽ കടന്ന് കളിക്കാൻ വരുന്നവർ എല്ലാവരും അനുഭവിച്ചിട്ടേ പോകുള്ളൂ. കാരണം നീ പറയുന്നതല്ലോ അതുല്ലോ എന്നാണ് പറയുന്നത്. നീ എന്ന് പറയുന്നത് ലൈവില് അവിടെ എല്ലാവർക്കും ഇങ്ങനെ വിളിച്ചു വിളിക്കാൻ വെറുതെ പോകുന്ന ജീവൻ എവിടെയാണ് മാറി ജീവൻ വെറുതെ പോകുന്നത്? നീ 2 ദിവസം മുമ്പ് ലൈവ് വന്നോ ജീവൻ എന്ന് പറയുന്ന ആറി എന്താ ചെയ്തേക്കുന്നത്? ചേച്ചി അതുലിനോടാണ് ഘോരം പറയുന്നത്. ചേച്ചി അതുലിനോടൊരു കാര്യം പറയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി അതുൽ ബ്ലോഗ്സ് അടിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കിട്ടും. അതിലേക്ക് മെസ്സേജ് അയക്കുക, അവിടുന്ന് കിട്ടേണ്ട റിപ്ലൈ അവിടെ കിട്ടും. അല്ലാതെ വേറൊരിടത്ത് വന്നിരുന്ന് ഘോരം പ്രസംഗിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇത് അതുലിനോട് പറയുന്ന ഒരു കാര്യമായിട്ടാട്ടോ ഞാൻ പറഞ്ഞു. ഞാൻ ഇത് അതുലിനോടാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാനായിട്ടാണ് ഇടുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇത് അതുലിനോട് പറയാനുള്ള കാര്യം അതുലിനോട് നേരിട്ട് പറയാനുള്ള ചങ്കുറപ്പ് കാണിക്കാമായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ വായിരിക്കുന്ന ചിലപ്പോൾ കേട്ടെന്നിരിക്കും കേട്ടോ.
ഈ വീഡിയോ മൊത്തം ഈ ഫോണിൽ സംസാരിക്കുന്ന ആൾ മൊത്തം പ്രാക്കിൻ്റെ ആളാണ്. അങ്ങനെ അവന് നശിച്ചു പോകും. അവിടെ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കട. ചേച്ചി എന്തിനാണ് ഇപ്പോൾ കാണിച്ചത്? ചേച്ചിയുടെ കണ്ടന്റാണോ വന്നിരുന്ന് ഈ ലൈവിൽ സംസാരിച്ചേ? ചേച്ചി വന്നിരുന്ന് അതുലിനെ കുറിച്ചും ഈ ദേവുവിനെ കുറിച്ചും ഈ ദേവുവല്ലോ തനുജയെക്കുറിച്ചും ഒരു മിനിറ്റ് മെസ്സേജ് ചെയ്തു. ഈ തനുജയെക്കുറിച്ചും ഈ സുതിമോളെക്കുറിച്ചും ജിനൂസിനെ കുറിച്ചും ഒക്കെയാണ് ചേച്ചി ഈ വീഡിയോയിൽ കടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് ചേച്ചിയുടെ വീട്ടിൽ നടന്ന 2 കാര്യങ്ങളെക്കുറിച്ച്, സന്തോഷപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ പോരായിരുന്നു. ചേച്ചി ഈ വീഡിയോ വന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിൻ്റെ ചാനലിൽ പറഞ്ഞു, ചേച്ചി അത് ഇവരുടെ ചാനലിൽ പറഞ്ഞു, അതിൻ്റെ ചാനലിൽ പറഞ്ഞു. എന്താണ് പ്രശ്നം? എന്താണ് അതിനകത്ത്? അതിൽ മോശമായിട്ട് ഒരു വാക്ക് പോലും ഈ കഴിഞ്ഞ വീഡിയോകളിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതിനോടുള്ള എതിർപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് എതിർപ്പുണ്ടാകുന്നു, തികച്ചും സ്വാഭാവികം. പക്ഷേ അത് നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ വന്ന് പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ സഭ്യമായ ഭാഷയിൽ, നിങ്ങൾ സഭ്യമായ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കണമായിരുന്നു. ബാക്കിയൊക്കെ നിങ്ങൾ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ ഈ മാറി വാർത്തകൾ അവനോ ഈ പുറകെ എനിക്കാണ് മനസ്സിലാകത്ത്. കുറെ നാളെ കൊണ്ട് കാണുക പുറകെ എന്ന ഇരുന്നോട് ഇങ്ങനെ ചേർക്കുന്നു. ഒരു എന്താ പറയാ, പണ്ടൊക്കെ നാട്ടിൽ അയൽവക്കക്കാരെ തമ്മിൽ കുറെ പെണ്ണുങ്ങൾ കൂടിയിരുന്ന മറ്റുള്ളവരെ പറ്റി അതാണ് ചേച്ചി ഈ ഫോണിൽ വിളിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് കാലത്ത് നാട്ടുംപുറത്ത് മറ്റേ ഈ അയൽവക്കം കൂട്ടത്തിൽ വന്നിട്ട് സംസാരിക്കുന്ന പോലെ ചേച്ചി ഈ ചേച്ചിയുടെ ചാനലിൽ വിളിച്ചിട്ട് ഈ ചാനലിൽ ഈ ഒരു കോളിനകത്ത് ചേച്ചി എത്ര പേരെ കുറ്റം പറഞ്ഞു? ചേച്ചി തന്നെ ഒന്ന് എണ്ണി പറഞ്ഞേ, എത്ര പേരെ കുറ്റം പറഞ്ഞു? അതുൽ വ്ളോഗ്സിനെ പറഞ്ഞ്, സുതിമോളെ പറഞ്ഞ്, ജിനൂസിനെ പറഞ്ഞ്. ചേച്ചിക്ക് ശരിക്കും ന്യായീകരിക്കാൻ ഒരു സാധനമില്ല. ചുമ്മാ അതിനോടൊരു എതിർപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പം എന്നോട് നിങ്ങളുള്ള ഒരാൾക്ക് എതിർപ്പുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. പക്ഷേ ഉപയോഗിക്കുന്ന ഭാഷ വളരെ നന്നായിരിക്കണം. ഇതിനകത്ത് ഇതൊന്നുമല്ല മെയിൻ സാധനം. ഇവർ പ്രാഗിയത് ഇതൊന്നുമല്ല. അതിനെക്കുറിച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ അറിയാം ഇവരുടെ ഒരു ക്വാളിറ്റി. അതുലിനെ പേഴ്സണലായിട്ട് അറിയാമോ? അതുൽ എന്ന് പറയുന്ന പേരും നാറിയാണെന്നൊക്കെ പറയാം. അതുൽ എന്നല്ല, ഞാൻ ഈ അതുലിനെ മാത്രം വെച്ചിട്ടല്ല പറയുന്നത്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും ഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് അതിലാണെങ്കിൽ നാളെ അത് ഞാനായിരിക്കും, മറ്റന്നാൾ അത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മറ്റാരെങ്കിലും ആയിരിക്കും. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വായി തോന്നിയെല്ലാം പറയുന്നത്. നിങ്ങൾ ഈ കാര്യം അറിയാതെ സംസാരിക്കരുതെന്നൊക്കെ അതുൽ വ്ളോഗ്സ് പറഞ്ഞ വീഡിയോ വെച്ച് സംസാരിച്ചിട്ട് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ പൈസ മേടിച്ചത്? നിങ്ങളുടെ മുന്നേ വെച്ചിട്ടാണോ പൈസ കൊടുത്തേ? നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടാണോ ട്രാൻസ്ഫർ ചെയ്തേ? നിങ്ങളാണോ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തേ? അതോ ഈ പൈസ കൊടുത്ത സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അപ്പോൾ ആരാണ് ഇതിനകത്ത് അടിസ്ഥാനരഹിതമായി സംസാരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോണിൽ വിളിച്ച ചേച്ചി സംസാരിച്ച കാര്യങ്ങൾ. ഇനി ഈ ചേച്ചി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞത് അതുൽ വ്ളോഗ്സിൻ്റെ വീഡിയോയിൽ അതുൽ വ്ളോഗ്സ് അതിനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇതിനകത്ത് കാണിക്കാഞ്ഞത്. അപ്പോൾ നമുക്ക് അതിലേക്കും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. നിനക്ക് അന്ന് വണ്ടി ഇടിച്ച സമയത്ത് നീയൊക്കെ ചത്തു പോണായിരുന്നോടാ? ഒരു പെണ്ണിനെ ഇട്ട് ദ്രോഹിക്കുന്ന കാശിന് വേണ്ടി പരന്നോറി. നിനക്ക് എന്തറിയായിരുന്നോടാ? നിനക്ക് എന്തറിയായിരുന്നു നീ പറഞ്ഞേ? നീ ലൈവിലിരുന്ന് പറഞ്ഞതുണ്ടല്ലോ. നീ എന്തറിഞ്ഞിട്ടായിരുന്നു പറഞ്ഞത്? ഞാനൊരു കാര്യം പറയട്ടെ എന്റെ പൊന്നു ചേച്ചി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. എനിക്ക് ആരും പൈസ തന്നല്ല പറഞ്ഞു. അത് നിങ്ങൾ തെളിയിച്ച നിങ്ങൾ പറയണ പണി ഞാൻ എടുക്കും. നിങ്ങൾ തെളിവ് സഹിതം കൊണ്ടുവരണം. ആരെങ്കിലും എന്തെങ്കിലും വായത്തോന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ല. തെളിവ് സഹിതം ഞാൻ പൈസ വാങ്ങിക്കണമെന്ന് കൊണ്ടുവന്ന നിങ്ങൾ പറയണ പണി ഞാൻ എടുക്കും. വേറെ ഒരു മാറ്റമില്ല. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെല്ലാം ഒരാൾക്കെതിരെ സംസാരിക്കുമ്പോൾ ആ ആൾ സ്ഥിരം വന്നിട്ട് പറയുന്ന സാധനമാണ്, നീ പൈസ മേടിച്ചിട്ടല്ലേടാ സംസാരിച്ചത്, നീ പൈസ മേടിച്ചിട്ടല്ലേടാ അങ്ങനെ ചെയ്തതെന്ന്. ബ്രോ, നിങ്ങൾ പ്രൂഫ് കൊണ്ടുവരൂ. ഇപ്പോൾ ആരെക്കുറിച്ചിട്ടായാലും ഈ അതുൽ വ്ളോഗ്സിനെ ഞാനൊരു സാമ്പിളായിട്ട് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് റിയാക്ഷൻ വീഡിയോ മേഖലയിൽ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന സാധനമാണ്. നീ പൈസ മേടിച്ചിട്ടല്ലടാ അവനോടത് പറഞ്ഞ്, നീ പൈസ മേടിച്ചിട്ടല്ലടാ ഇവൻ അനുകൂലമായിട്ട് സംസാരിച്ച്, പിന്നെന്തോ പണിക്ക് പോടാ. ഇതൊക്കെ റിയാക്ഷൻ വീഡിയോയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു വിമർശനങ്ങളിലൊന്നാണ്. അപ്പോൾ പൈസ മേടിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോഴേക്കും നിങ്ങളത് തെളിയിക്കണം. അല്ലെങ്കിൽ പൈസ മേടിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഇത്തരത്തിൽ സംസാരിച്ചത് എന്ന് നിങ്ങളൊരു ഊഹാപോഹമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരി. ഇത് നിഷ്പക്ഷമാണ്, വളരെ വ്യക്തമായിട്ട് അങ്ങ് പറയുകയാണ് പൈസ മേടിച്ചിട്ടാണ് അവൻ ചെയ്തതെന്നുള്ള കാര്യം. അങ്ങനെ പറയുമ്പോൾ നിങ്ങളത് തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിനുള്ള ഉത്തരം ഞാൻ മുമ്പേ പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉണ്ടായിരുന്നോ? പിന്നെ അന്ന് ആക്സിഡന്റ് ആയപ്പോൾ ഞാൻ ചത്തിരുന്നേക്കും. അവിടെ തന്നെ ഉണ്ട് സ്ത്രീയെ നിങ്ങളുടെ വൃത്തികെട്ട മനസ്സ്, അല്ലെ, വളരെ മോശമായ മനസ്സ്, നീചമായ മനസ്സ് എന്നൊക്കെ തന്നെ ഞാൻ പറയും. കാരണം അത്രയ്ക്കും ലെവലില്ലാത്ത തരം താഴ്ന്ന ലെവലിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അന്ന് ആക്സിഡന്റ് ഞാനങ്ങ് ചത്തുപോയത്. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ആണ് ഇതുപോലെ സംഭവിച്ചെങ്കിൽ നിങ്ങൾ ഇതുപോലെ പറയും, അന്ന് ആക്സിഡന്റ് അവനും അങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ.
എന്നെ കാത്തിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയുണ്ട്. അവർക്ക് ഞാൻ എന്നും നല്ലൊരു മകൻ തന്നെയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഇല്ലാത്ത കാര്യം പറയുക, ആരെങ്കിലും മനഃപൂർവ്വം കരിവാരി തേക്കാനോ വീഡിയോ ചെയ്തിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്റേതായ അഭിപ്രായത്തിൽ ഞാൻ പറയും. അതിൽ വിമർശനങ്ങൾ വരും, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. വിമർശനങ്ങൾ വേണം. ചില വിമർശനങ്ങൾ വരുമ്പോഴായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്, ഓ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ, അത് നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ബേസിക് സംഭവം. അതുലിന് ഇടയ്ക്കൊരു ആക്സിഡന്റ് ഉണ്ടായത്, ഈ അതുലിനെ അറിയാവുന്ന പല ആളുകൾക്ക് അറിയുന്നുണ്ടാവും. അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്. അപ്പോൾ ഈ വോയിസ് കോളിൽ സംസാരിച്ച ആള്, ഫോണിൽ സംസാരിച്ച ആള് പറയുന്നത് അന്നത്തെ ആക്സിഡന്റിൽ അവനങ്ങ് മരിച്ചു പോകണമായിരുന്നു. ബേസിക്കലി അതുൽ ഇതിന് കൊടുത്ത മറുപടി വളരെ മെച്യൂർഡ് ആയിട്ടുള്ള മറുപടിയാണ് കൊടുത്തത്. അദ്ദേഹം തിരിച്ചു പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. ഇപ്പം ഇവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഇതുപോലെ പറയുമോ? ആ ആക്സിഡന്റിൽ അവനങ്ങ് ഒരു ജീവൻ പോയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചപ്പോഴത്തേനും, നിങ്ങൾ ഇമോഷൻ്റെ പേരിൽ പറഞ്ഞതായിരിക്കാം, അല്ലാതെ ആയിരിക്കാം, പക്ഷെ ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ എന്ത് ക്രൂരപരമായിട്ടാണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അതുലിനെ വിമർശിക്കാം, അല്ലെങ്കിൽ എന്നെ വിമർശിക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്ന ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാം. കാരണം നമ്മളതാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു വീഡിയോ കാണുന്നു, അതിനകത്ത് നമുക്കൊരു അഭിപ്രായം തോന്നുന്നു, ആ അഭിപ്രായം നമ്മൾ പറയുന്നു. ഓക്കെ, അത് സഭ്യമായ ഭാഷയിൽ അവതരിപ്പിക്കുമ്പോൾ അതൊരു ക്രിറ്റിസിസമായിട്ട് എടുത്ത് അതിനെ നിങ്ങൾ അംഗീകരിക്കണം. തിരിച്ച് പറയൂ, നമ്മളെ നിങ്ങൾ കുറ്റം പറയൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ അത് സഭ്യമായ ഭാഷയിൽ, അത് ക്രിറ്റിസിസം ആയിരിക്കണം. അല്ലാതെ അവർ റിയാക്ഷൻ ചെയ്യുന്നു, അവനെ രണ്ട് കുറ്റം പറഞ്ഞേക്കാം എന്ന് കരുതി കുറ്റം പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കയറി വരുന്നത്. ബേസിക്കലി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ കൂടുതലും ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ എടുത്തു വെച്ച് സംസാരിക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കിയ ഒരാൾ കാണുമല്ലോ, ആ ആൾക്ക് സ്വാഭാവികമായിട്ടും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളോട് എതിർപ്പുണ്ടാവും. അത് മാത്രമല്ല, ഇത്തരത്തിൽ പ്രശ്നക്കാരനായ ആൾക്ക് എതിർപ്പുണ്ടാവും, തീർച്ചയായിട്ടും എതിർപ്പുണ്ടാവും. ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്നവർക്ക് ഈ റിയാക്ഷൻ വീഡിയോസിന് എതിർപ്പാണ്. അതിനുള്ള മെയിൻ കാരണം അവരുണ്ടാക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിലെടുത്ത് ഇവിടെ കാണിക്കും. ഒരുപാട് പേര് നല്ല രീതിയിൽ വിമർശനം ചെയ്യുന്ന ആളുകളുണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പേര് വായി തോന്നിയ വിളിച്ച് പറയുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരെ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അതുൽ വ്ളോഗ്സ് പേഴ്സണലി ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ നിരന്തരമായിട്ട് കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആൾക്കാർ പറയുന്ന വിമർശനങ്ങളെ അദ്ദേഹം സ്വീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു സാധനം കൊണ്ട് ഇട്ടിട്ടുണ്ടോ, അത് പലരും പല അഭിപ്രായം പറഞ്ഞിരിക്കും. 100ൽ 150% എഴുതി ഒപ്പിട്ട് കുത്തിട്ട് വെച്ചോ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്ന നിങ്ങൾ പബ്ലിക്കിനെ കാണാനാണല്ലോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടോണം. പക്ഷെ ഓരോ തരത്തിലുള്ള അഭിപ്രായം പറയരുതെന്ന് പറയുന്നത് എന്താ മനസ്സിലാകുന്നില്ല എനിക്ക്. കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതേ കമൻറ്റ് തന്നെ ആ കമൻറ്റ് ഇടുന്നതിന് പകരം നമ്മളൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പം. അതെനിക്ക് മനസ്സിലാകുന്നില്ല സംഭവം എന്താണ്. നിങ്ങളെ പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി സൂപ്പർ. പക്ഷേ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ക്രിട്ടിസിസം എന്ന് ഞാൻ പറയുന്നത് നിങ്ങളെ തകർത്ത് കളയുന്ന സാധനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ നിങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന സാധനത്തെയാണ് പറയുന്നത്. ഈ ലോകത്തുള്ള എല്ലാവരും എല്ലാം തികഞ്ഞ പൂർണ്ണ മനുഷ്യരൊന്നും അല്ലല്ലോ. തെറ്റുകൾ തീർച്ചയായിട്ടും സംഭവിക്കും. ആ തെറ്റുകളാണ് റിയാക്ഷൻ വീഡിയോയിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടേതായ ഭാഷയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ഒരു മൈൻഡിനോട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യൂ പോയിന്റിനോട് അനുകൂലിക്കുന്നവരുണ്ടാവും, തീർച്ചയായിട്ടും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും. രണ്ട് പക്ഷത്ത് നിൽക്കുന്ന രണ്ട് തരത്തിൽ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ അഭിപ്രായത്തെയും നമ്മൾ പൂർണ്ണമായും മാനിക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തൂ. തീർച്ചയായിട്ടും ആ സാധനത്തെ എല്ലാം പരിഗണിക്കും. എനിക്ക് വരുന്ന കമൻറ്റുകളെല്ലാം, അതായത് നല്ല ക്രിറ്റിസിസം, ഞാൻ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്ന ഒരാൾ നന്നാകണം എന്ന് ചിന്തിക്കുന്ന താല്പര്യത്തിൽ ഇടുന്ന കമൻറ്റുകളൊക്കെ തീർച്ചയായിട്ടും ഞാൻ പരിഗണിക്കാറുണ്ട്. അത് സ്ഥിരമായിട്ട് കാണുന്നവർക്കും മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞ ചേഞ്ചുകളെല്ലാം ഞാൻ ഈ ചാനലിൽ വരുത്തുന്നുണ്ട്. അതേസമയം വന്നിട്ട് പണിക്ക് പോടാ, നിനക്ക് വേണം പണി ഇല്ലടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചവരോട് അങ്ങനെ റിപ്ലൈ പറയാനല്ലേ നമുക്ക് പറ്റൂ. അത്തരത്തിൽ നിങ്ങളെ ചൊടിപ്പിച്ച് കഴിഞ്ഞ് നിങ്ങൾ റിപ്ലൈ തരുന്നത് വേറെ. ഒരാൾ മരിക്കണം, ആ ആൾ അങ്ങ് ഇല്ലാണ്ടാകണം എന്ന് ചിന്തിക്കുന്ന മനോവികാരത്തോടെ എനിക്ക് മനസ്സിലാകുന്നില്ല. നാളെ ഒരു സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്ക് ഒരു അപകടം സംഭവിക്കുമ്പോഴത്തേനും 4 പേരിരുന്നിട്ട് ആ ആളങ്ങ് തകർന്നു പോകണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വികാരം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ബേസിക്കായിട്ട് ആ ഒരു ഡയലോഗാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ മെയിനായിട്ട് പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇമാതിരി ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തല്ലിക്കുത്ത് കേസൊന്നും ഞാൻ ചെയ്യാൻ തീരെ താല്പര്യപ്പെടുന്ന ഒരാളല്ല. ഇത് എനിക്കറിയാം. അതുൽ വ്ളോഗ്സ് ആ ഒരു വിഷയം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ നോക്കുന്നൊരു സാധനമാണെന്ന് എനിക്കറിയാം. ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരാളെ അത് അദ്ദേഹത്തിൻ്റെ കാരണത്താലോ അല്ലാതെയോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം, അദ്ദേഹം മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തെയാണ് നിങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത്. അതും വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ. അതും
ഇവിടെ ഒരു വീഡിയോയിൽ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചേ, എന്നെ അവൾ കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് പറയൂ എന്ന് പറയുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സഹോദരി. ഇത് കാണുന്നത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ബേസിക്കലി നിങ്ങൾ റിയാക്ഷൻ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കി. ഇത് കാണുന്ന ആളുകൾ, എടോ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. റിയാക്ഷൻ വീഡിയോ ഇഷ്ടമില്ലാത്തൊരു കാണണ്ട. റിയാക്ഷൻ വീഡിയോ കാണാനായിട്ട് അതിൻ്റേതായ ഒരു ഓഡിയൻസ് ഉണ്ട്, അവരത് കണ്ടോളും. അതിനെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ വീഡിയോ കാണണ്ട. എന്നെ ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണണ്ട. ഈ പറയുന്ന തനു ദേവസിന് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അവരുടെ വീഡിയോ കാണണ്ട. പക്ഷേ വീഡിയോ എല്ലാവരും ഇരുന്ന് കണ്ടോണം. എന്നിട്ട് യാതൊരു തരത്തിലുള്ള അഭിപ്രായവും പറയരുത് എന്നുള്ള സാധനം നമുക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇവരുടെ ഒരു ഈ തനു ദേവസ് വളരെ മോശമായിട്ടാണ് അവരുടെ വീഡിയോസ് കൊണ്ടുപോകുന്നത്. അതിനകത്ത് ഈ സുതിമോളും ഒരു കണ്ടൻറ്റാണ്, ജിനൂസും ഒരു കണ്ടൻറ്റാണ്. എന്തായാലും കൊള്ളാടെ. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബേസിക്കായിട്ട് ഞാനിത് റിയാക്ട് ചെയ്യുന്ന പേരിലെ പിന്നിലെ കാരണം ഈ അതുൽ ബ്ലോഗ്സിന് സംഭവിച്ച അപകടത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാനിത് സംസാരിച്ചത്. അല്ല, റിയാക്ഷൻ വീഡിയോ എന്താണ് എന്ന് ബേസിക്കലി ഈ കാണുന്നവർ മനസ്സിലാക്കുക. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ടോ, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കമൻറ്റുകൾ സഭ്യമായ ഭാഷയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.